സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, നമുക്കപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കടക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് ഒരു ബെയറിഷ് ആയിട്ടാണ്, റെഡിലാണ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് കറൻ്റ്ലി റെഡിലാണ് റണ്ണിങ്ങിലുള്ളത്. എന്താ പറയുക, രണ്ട് മാർക്കറ്റുകളും ഒന്നുകിൽ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ബെയറിഷ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 52 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 20,156 ട്രേഡിംഗ് നടക്കുന്നത്. മറ്റുള്ള എല്ലാ ഇൻഡെക്സുകളും ഇന്ന് പൊതുവെ റെഡിലാണ് ഉള്ളത്. നിക്കി മാത്രമാണ് അതിനൊരു നിക്കി 364 പോയിന്റ് ഗ്രീനിലാണുള്ളത്. ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വേൾഡ് സെന്റിമെന്റ്സ് ഒരു ബെയറിഷ് ആണ് എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം. ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്ന് വീണ്ടും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ 89.62 ഉണ്ടായത് $91.32 വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ ഗോൾഡ് റേറ്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം 1925 ഉണ്ടായിരുന്നത് 1927.27 ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗോൾഡ് റേറ്റ് മുകളിലോട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇന്ത്യൻ രൂപ മാത്രം താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ 52 വീക്സ് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്രയും താഴോട്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം പോകുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം 83.17 ഉണ്ടായത് വീണ്ടും താഴോട്ട് പോയി 83.27 ആയി മാറിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം ഓയിലിൻ്റെ പ്രൈസ്, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിക്കുന്നത് തന്നെയാണ്. ഇനി ഇതൊക്കെ വിട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാം. ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് നിഫ്റ്റി 36 പോയിന്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 80 പോയിന്റിൻ്റെ അഥവാ 0.4% മാത്രം ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയത്. വളരെ നിരാശ ജനിപ്പിക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു. ഇന്ന് ഓപ്പണായ 20,155 നിന്നും 23 പോയിന്റ് വീണ്ടും നഷ്ടത്തിൽ 20,133 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും താഴോട്ട് വന്നിട്ടുണ്ട് മാർക്കറ്റ്. ഒരു ബെയറിഷ് മോഡിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ദെൻ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ നിന്ന് 173 പോയിന്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 270 പോയിന്റിന് അഥവാ 0.4% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടി. ഇന്ന് ഓപ്പണായ 67,665 നിന്ന് 69 പോയിന്റ് നഷ്ടത്തിൽ 67,596 ഇന്ന് അവസാനിച്ചത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും താഴെയായിട്ട് 242 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് സെൻസെക്സ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 0.55% കുറഞ്ഞ് 10.84 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 131 പോയിന്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 346 പോയിന്റിന് അഥവാ 0.75% ഇൻട്രാഡേ മൂവ്മെന്റ് കിട്ടിയിരുന്നു. അതായത് ഇന്ന് ഓപ്പണായ 46,100 നിന്നും 121 പോയിന്റ് നഷ്ടത്തിൽ 45,979 മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, 46,000 എന്നുള്ള ഒരു ലെവൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് തന്നിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 252 പോയിന്റ് താഴെയാണ് ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് 51 പോയിന്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 135 പോയിന്റിന് അഥവാ 0.66% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 20,479 നിന്ന് 72 പോയിന്റ് താഴെയായിട്ട് 20,408 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 123 പോയിന്റ് താഴെയായിട്ട് നഷ്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ സ്വാഭാവികമായിട്ടും പതിപോലെ ഇന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നമുക്ക് ഇന്നലത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷൻ നെറ്റ് ബയേഴ്സ് ആയിരുന്നു 2,100. ഇന്നലെ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ. 2,102 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ്. അതിൻ്റെ തലേ ദിവസവും 243 കോടിയുടെ ബൈയിങ് തന്നെയാണ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടായത്. പക്ഷേ ഇന്നത്തെ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഈ മാസം മുഴുവനായിട്ട് നമുക്ക് ഡാറ്റ ഓൺ ടൈം കിട്ടുന്നില്ല. 5:30 സാധാരണ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 9:30 മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടുത്തുക എന്നുള്ള പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത്രയും നേരം കാത്തു നിന്നിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റ് ഒഴിവാക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഇന്നലത്തെ പ്രീവിയസ് ഡാറ്റ വെച്ചിട്ട് നമുക്ക് സമാധാനിക്കേണ്ടി വരും. എന്തായാലും ഇനി സെക്ടറൽ ഡാറ്റ നോക്കാം. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി PSU ബാങ്ക് 3.39% ഗ്രോത്ത് ആണ് ഉണ്ടായത്. നിഫ്റ്റി ഓട്ടോയും കുഴപ്പമില്ല, 0.84% ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. FMCG 0.58. ബാക്കി എല്ലാ സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്, റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി IT, നിഫ്റ്റി ബാങ്ക് എല്ലാം തന്നെ റെഡിലാണ്. ഇനി ETF നോക്കുകയാണെങ്കിൽ ഓട്ടോ ബീസ് 168.32 ഇന്ന് അവസാനിച്ചത്. അതായത് 0.79% ഗ്രോത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് ബീസും അതേപോലെ തന്നെ 0.64% ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. ഫാർമ ബീസ്, നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ്, IT ബീസ് ഇതെല്ലാം ഇന്ന്
റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് 3.44% ഒരു ഗ്രോത്ത് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. PFC, പവർ ഗ്രിഡ്, ടൈറ്റൻ, REC ലിമിറ്റഡ്, ബാങ്ക് ഓഫ് ബറോഡ, കോൺകർ, HDFC ലൈഫ്, BPCL, M&M, ഹിന്ദ് പെട്രോ, NTPC ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റാണ്, ഹയസ്റ്റ് പ്രോഫിറ്റാണ് ഇന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് HDFC, AMC, ചോല ഫിനാൻസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, SBI കാർഡ്, ഹിന്ദാൽകോ, പെർസിസ്റ്റൻസ്, HDFC ബാങ്ക്, അദാനി പോർട്സ്, ഡോക്ടർ റെഡ്ഡി, ലോറസ് ലാബ്സ്, ഫെഡറൽ ബാങ്ക്, ദെൻ ഭാരതി എയർടെൽ ഇത്രയും കമ്പനികൾ ഇന്ന് നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. HDFC AMC 2.72% നഷ്ടമാണ് ഇന്ന് വരുത്തി വച്ചിരിക്കുന്നത്. ഇനി NSEയിൽ നോക്കുകയാണെങ്കിൽ 764 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിപ്പിച്ചപ്പോൾ 1309 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഈ പുട്ട് കോൾ റേഷ്യോ, നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 1.33 ഉണ്ടായിരുന്നത് കുറഞ്ഞിട്ട് 1.11 ആയിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്. സ്പോട്ട് പ്രൈസ് 20,133 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് 37 പോയിന്റിന് മുകളിലായിട്ട് 20,170 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് ഒരു പീക്കിലോട്ട് പോയിട്ട് തിരിച്ചിറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കഴിഞ്ഞ 2 ദിവസത്തിൻ്റെ ക്ലോസിങ്ങിൻ്റെ താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്ന് 0.82 ആണ്. ഇന്നലെ അത് 1.07 ആയിരുന്നു. അവിടെ നിന്ന് ഒറ്റയടിക്ക് 0.25 പോയിന്റ്സ് താഴോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രലാണ് എന്ന് പറയാം. 45,980 ഇന്ന് സ്പോട്ടിൻ്റെ ട്രേഡിംഗ് അവസാനിച്ചത്. അവിടെ നിന്നും 46 പോയിന്റ് മുകളിലായിട്ട് 46,026 ഫ്യൂച്ചറിൻ്റെ ട്രേഡിങ് ഇപ്പോൾ നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തിൻ്റെ ക്ലോസിങ്ങിൻ്റെ താഴെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് കിടക്കുന്നത് 20,200 1,34,00,000 കോളാണ് അവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് കമ്പാരിറ്റീവ്ലി കുറവാണ്. 5,81,00,000 കോളും 4,88,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. പുട്ട് കോൾ റേഷ്യോ 0.8 ആണ് വരുന്നത്. 20,133 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നത് ഇപ്പോൾ ഉള്ള കറന്റ് മാർക്കറ്റ് പ്രൈസിലാണ്, അതായത് 46,000 സപ്പോർട്ട് ലൈനിലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ്. 51,00,000 പുട്ടാണ് അവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ 2,83,00,000 കോളും 2,18,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 0.8 ആണ് പുട്ട് കോൾ റേഷ്യോ വരുന്നത്. 45,979 മാർക്കറ്റ് ഇന്ന് ക്ലോസിങ് ചെയ്തിരിക്കുന്നത്. നാളത്തേക്ക് റിസൾട്ട് വരുന്ന കമ്പനികൾ ഒന്നും തന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. 3 പെന്നി സ്റ്റോക്കുകൾ കണ്ടിരുന്നു, അത് ഞാൻ എന്തായാലും വായിക്കുന്നില്ല. നമുക്ക് കോർപ്പറേറ്റ് ആക്ഷൻസ് അടുത്ത തിങ്കളാഴ്ചത്തേക്കുള്ളത് നോക്കാം. ഭാരത് പാരന്റൽസ് ലിമിറ്റഡ് 75 പൈസ പെർ ഷെയർ. IEL ലിമിറ്റഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആവുകയാണ്, ഒരു സ്റ്റോക്കിന് 10 സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇന്നോവ തിങ്ക് ലാബ്സ് ലിമിറ്റഡ് 25 പൈസ പെർ ഷെയർ. ഇത്രയും കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ് അടുത്ത തിങ്കളാഴ്ച വരാനുള്ളത്. ഇനി നാളെ ചൊവ്വാഴ്ച വരാനുള്ള, നാളെ മാർക്കറ്റ് അവധിയാണ്, എന്നാലും നാളെ വരാനുള്ള മേജർ വേൾഡ് വൈഡ് ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ EU CPI, US building permits, US housing starts, US 20-year auction bond auction, US API weekly crude oil stock ഇത്രയും ഇവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഇനി ഞങ്ങളുടെ പേപ്പർ ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ സത്യത്തിൽ 2,973 രൂപയുടെ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1.49%. മൊത്തം എടുത്ത ട്രേഡുകൾ 10 ആവറേജ് 297 രൂപ വെച്ച് പെർ ട്രേഡ് പോയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ചാർജസും പോയിട്ടുണ്ടാവും. ടോട്ടൽ 13,773 രൂപയുടെ നഷ്ടവും 10,800 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത്. റിസ്ക് റിവാർഡ് റേഷ്യോ ആണെങ്കിൽ 1:0.78 എന്ന രീതിയിലാണ് ഇന്ന് റിസ്ക് റിവാർഡ് റേഷ്യോ വന്നത്. നിഫ്റ്റി ഇന്ന് ഞങ്ങൾ 1,200 ഒരു ട്രേഡ്, അതിനകത്ത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, അത് അങ്ങ് പോയി. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒറ്റ ട്രേഡും കിട്ടിയില്ല. ഫിൻ നിഫ്റ്റിയിൽ 6,003 സ്റ്റോപ്പ് ലോസ്, ബാക്ക് ടു ബാക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചത്, അങ്ങനെ 6,430 രൂപയുടെ ലോസ് ഉണ്ടായി. മിഡ് ക്യാപ്പ് അതേപോലെ ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു, പക്ഷേ ആ പ്രതീക്ഷയൊന്നും ഫലവത്തായില്ല. 1,807 രൂപയുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. സെൻസെക്സിൽ ട്രേഡ് കിട്ടിയില്ല. ബാങ്ക് എക്സിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യാറില്ല. സ്റ്റോക്ക് ഓപ്ഷൻസിലാണ് ഇന്ന് ഒരു പരിധിവരെ പ്രോഫിറ്റ് കിട്ടിയത്. 6,468 രൂപയുടെ ഒരു പ്രോഫിറ്റാണ് ഇന്ന് സ്റ്റോക്ക് ഓപ്ഷനിൽ ഞങ്ങൾക്ക് കിട്ടിയത്. ഈ മാസം നോക്കുകയാണെങ്കിൽ 1,17,966 രൂപയുടെ പ്രോഫിറ്റാണ്. 149 ട്രേഡുകളാണ് എടുത്തിട്ടുള്ളത്. ആവറേജ് 791 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കുന്ന. റിസ്ക് റിവാർഡ് റേഷ്യോ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ട് അത് 2.07 എത്തിയിട്ടുണ്ട്.
ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് സെൻസെക്സ് ആണ്, സെൻസെക്സ് അല്ല, സ്റ്റോക്ക് ഓപ്ഷൻ ആണ്. 32,000 രൂപ 38 ട്രേഡിൽ നിന്ന് 32,000 രൂപയുടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എമൗണ്ട് വൈസ് അതാണ് ഹയസ്റ്റ്. പക്ഷേ എന്താ പറയുക, മിഡ് ക്യാപ്പാണ് ഏറ്റവും നല്ല പെർഫോമൻസ് തന്നിട്ടുള്ളത്. 25,000 രൂപയുടെ പ്രോഫിറ്റ് 10 ട്രേഡിൽ നിന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ പുറകെയായിട്ട് സെൻസെക്സ് ഉണ്ട്, 18 ട്രേഡിൽ നിന്ന് 30,000 രൂപയുടെ പ്രോഫിറ്റ്. ദെൻ ഫിൻനിഫ്റ്റിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. ഫിൻനിഫ്റ്റി അല്ല, നിഫ്റ്റിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. 25 ട്രേഡിൽ നിന്ന് 18,000 രൂപയുടെ പ്രോഫിറ്റ്. ദെൻ വരുന്നതാണ് ഫിൻനിഫ്റ്റി 25 ട്രേഡിൽ നിന്ന് 13,000 രൂപ, ഏകദേശം 500 രൂപ പെർ ട്രേഡ് മാത്രമേ വന്നുള്ളൂ. 1:1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നഷ്ടം തന്നെയാണ്. ഇന്ന് ട്രേഡ് കിട്ടിയില്ല, ഇത് ഇന്നലെ വരെയുള്ള നഷ്ടമാണ്. അപ്പോൾ 2,578 രൂപയുടെ 33 ട്രേഡിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജസ് ഏകദേശം 1,500 2,000 രൂപയോളം അതും ഉണ്ടാവും. അപ്പോൾ അത്രയും ലോസ് ആയിരിക്കും ഇത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസം ഉണ്ടാവുക. വളരെ എന്തായാലും നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം. ഇനി ഈ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ട്രേഡ് പ്ലാനിൽ ഈ ഒരു CPRനെ കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ നോ ട്രേഡ് സോൺ എന്ന ഒരു ബ്രേക്ക് ഔട്ട് എന്ന മുകളിലോട്ട് പോകുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു സ്വപ്നം കണ്ടത്. പക്ഷേ ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് അവിടെ തന്നു. അതിൽ ഞങ്ങൾ ട്രാപ്പിൽ പെട്ടു, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അങ്ങനെ ആ ഒരു ട്രേഡ് ലോസിലേക്ക് പോയി നിഫ്റ്റിയുടേത്. ദെൻ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. പിന്നെ ഫർദർ കുറേ മെനക്കെട്ടില്ല, ഞങ്ങളത് ആ മാർക്കറ്റിനെ അതിന് സ്വതന്ത്രമായി വിടുകയാണ് ചെയ്തത്, പുറകെ കൂടിയില്ല. ദെൻ ബാങ്ക് നിഫ്റ്റി അതേപോലെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് ട്രേഡ് കിട്ടിയില്ല എന്നുള്ള ഈ ലാസ്റ്റ് ടൈമിൽ ഈ ഒരു ഫോളിൽ ട്രേഡ് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അതിന് മുമ്പ് ഞങ്ങൾ ട്രേഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ദെൻ ഫിൻനിഫ്റ്റിയിൽ ഇന്ന് ട്രേഡ് കിട്ടിയിരുന്നു, ബട്ട് വലിയ പുൾ ബാക്ക് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് എടുത്ത് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിൻനിഫ്റ്റിയിൽ ഇന്ന് 3 സ്റ്റോപ്പ് ലോസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ദെൻ സെൻസെക്സ് ഇന്ന് കാര്യമായിട്ട് ട്രേഡ് ഒന്നും തന്നെ കിട്ടിയില്ല. സെൻസെക്സിൽ ആഫ്റ്റർനൂൺ സെഷനിൽ ഇതിലൊക്കെ ട്രേഡ് വന്നിരുന്നു, പക്ഷേ അപ്പോഴത്തേനും ഞങ്ങൾ ട്രേഡ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഇനി ഓവറോൾ ഒരു മാർക്കറ്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ, നാളെ മാർക്കറ്റ് അവധിയാണ്, എന്നാലും കൂടി നമുക്ക് മറ്റന്നാളേക്ക് നോക്കുകയാണെങ്കിൽ എന്തായാലും ആൾക്കാർക്ക് പറയാനൊരു വിഷയം ഇട്ട് കൊടുക്കുക എന്ന രീതിയിൽ ഇതിലെനിക്ക് എൻ്റേതായ രീതിയിൽ ഈ ഒരു മാർക്കറ്റ് ഇനി ബെയറിഷായിട്ടാണ് എനിക്ക് കാണുന്നത്. ദെൻ ഒരു പക്ഷേ ഒരു 50% ചാൻസ് ഉള്ളത് ഇവിടുന്ന് ഒരു എൻഗൾഫിംഗ് ഗ്രീൻ ക്യാൻഡിൽ വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈ കട്ട് ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് കാണേണ്ടി വരും. ദെൻ അല്ലെങ്കിൽ നാളെ ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ താഴെയാണ് നാളെ ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ദെൻ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി നമ്മുടെ റേഞ്ചിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഇനി അതല്ല 50% ചാൻസിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ എൻഗൾഫിംഗ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഫർദർ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നത് വരെ നമ്മളിങ്ങനെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും കാണേണ്ടി വരിക. ദെൻ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിലും അതേ വ്യൂ തന്നെയാണ് എനിക്കുള്ളത്. മാർക്കറ്റ് ബെയറിഷാണ്, ഇനി അങ്ങോട്ട് ബെയറിഷ് ആവാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത് ഇന്നൊരു ദിവസത്തെ സിഗ്നൽസും അല്ലെങ്കിൽ ആ പാറ്റേൺ നോക്കിയിട്ടാണ് പറയുന്നത്. നാളത്തേക്ക് ഈ പാറ്റേൺ അതായത് മാർക്കറ്റ് തന്നെ ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇൻവാലിഡ് ആക്കണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എൻ്റെ അഗേൻസ്റ്റുള്ള മൂവ്മെൻറ്റ് നാളെ അടുത്ത ട്രേഡിംഗ് ഡേയിൽ വരും. അങ്ങനെ വരുമ്പോൾ നാളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ പോകുന്നത് അല്ലയോ എന്നുള്ളത് നാളെ അടുത്ത ട്രേഡിംഗ് ഡേ തന്നെ നമുക്കറിയാൻ പറ്റും. ഫിൻനിഫ്റ്റിയും അതേപോലെ തന്നെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മാക്സിമം ടാർഗറ്റ് വരെ അത് പോയിട്ട് തിരിച്ചിറങ്ങിയത്, അതിന് ലൈൻസ് അതിൻ്റെ മുകളിൽ ഇല്ല, അതുകൊണ്ട് മാക്സിമം ടാർഗറ്റ് വരെ അത് പോയി ദെൻ തിരിച്ചിറങ്ങി വന്നു എന്നുള്ളതാണ്. ഇനി മിഡ് ക്യാപ്പും ഈ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മിഡ് ക്യാപ്പ് ആദ്യം നല്ല മുകളിലോട്ട് പോയിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, രണ്ടാമത് അതൊക്കെ റിക്കവർ ചെയ്തിട്ട് നമ്മുടെ ഈ 3 ലൈൻസ് ചേരുന്ന ആ ഒരു റെസിസ്റ്റൻസ് പോയിന്റിൽ വന്നിട്ട് അവിടെ ഇന്ന് കൺസോൾട്ടേഷനിൽ, അതായത് ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർലി ഞാൻ പറയാം, ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ മാർക്കറ്റ് താഴോട്ട് പോയേക്കാം. അതിൽ മാർക്കറ്റ് താഴോട്ട് പോയില്ലെങ്കിലും മാർക്കറ്റ് താഴോട്ട് പോയാലും ഇത് രണ്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. മാർക്കറ്റാണ് അത്, അതിൻ്റെ വഴിക്കാണ് പോവുക. ഇവിടെ കാണുന്ന ഒരു പാറ്റേണിൻ്റെ ബേസിൽ ഞാൻ പറയുന്നു മാർക്കറ്റ് ഇങ്ങനെയാണ് പോകേണ്ടത്. അത് ചിലപ്പോൾ അത് തെറ്റിയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് അത് ഇൻവാലിഡ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയും ചെയ്യും. അത് മാർക്കറ്റിൻ്റെ തീരുമാനമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു എന്ന് കരുതിയിട്ട് മാർക്കറ്റ് നിർബന്ധമായിട്ടും താഴോട്ട് പോകണം എന്ന് വാശി പിടിക്കരുത്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു മെച്ചൂർഡായ രീതിയിൽ മുന്നോട്ട് പോകാം. ഓൾറൈറ്റ്. അപ്പോൾ നാളെ മാർക്കറ്റ് അവധി ആയതുകൊണ്ട് തന്നെ നാളത്തേക്ക് അടുത്ത ദിവസത്തേക്ക് ഞാൻ ട്രേഡിംഗ് സെറ്റപ്പ് ഒന്നും തന്നെ കണ്ടുവച്ചിട്ടില്ല.
നോക്കി വെച്ചിട്ടില്ല. നമുക്ക് അടുത്ത ദിവസം ലൈവ് മാർക്കറ്റിൽ അത് നോക്കാം. ഓൾറൈറ്റ്, ഇനി ബുധനാഴ്ച നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ അന്നേ ദിവസത്തേക്ക് പരമാവധി നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം. ഓൾറൈറ്റ്, അപ്പോൾ എല്ലാവരോടും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. 1 മില്യൺ സബ്സ്ക്രൈബർ എന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരാഗ്രഹം പറയുന്നതാണ്, ഒരിക്കലും ജാടയായിട്ട് കരുതരുത്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹകരിക്കുക. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണോ അത് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ബുധനാഴ്ച കാണാം. താങ്ക് യു വെരി മച്ച്.